അടിയോട് രോഗമുള്ള കുട്ടികളിൽ അലർജി കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അതായത് അലർജൻസ്, നമുക്ക് അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ അലർജൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പൊടി, പുക, ചിലതരം മണങ്ങൾ, പെറ്റ്സ്, വീട്ടിൽ വളർത്തു മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ പൂമ്പൊടി, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമുക്ക് അലർജി ഉണ്ടാക്കുന്ന ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അലർജി കാരണം നമ്മുടെ അഡിനോയിഡ് ഗ്രന്ഥി സ്റ്റിമുലേറ്റ് ആവുകയും ഈ അഡിനോയിഡ് ഗ്രന്ഥിക്ക് വീക്കം വെക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ അലർജി കാരണമാണ് നമ്മുടെ അഡിനോയിഡ് ഗ്ലാൻഡ് വലിപ്പം വയ്ക്കുന്നത്, അല്ലാതെ അഡിനോയിഡ് ഗ്ലാൻഡ് വലിപ്പം വയ്ക്കുന്നത് കാരണമല്ല നമുക്ക് അലർജി ഉണ്ടാവുന്നത്. ഇനി വീട്ടിലെ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറയുമ്പോൾ, മൂക്കടപ്പുണ്ടെങ്കിൽ, രാത്രി കൂർക്കം വരെയാണ് കുട്ടി വാ തുറന്ന് വെച്ചാണ് ഉറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് സലൈൻ ഡ്രോപ്സ് വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഈ സൈനസ് ഇൻഫെക്ഷൻ ഒക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്, മുഖത്തൊക്കെ വേദന, ടെൻഡനസ് ഒക്കെ വരുന്നുണ്ട്, മൂക്കൊലിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ആവി കൊള്ളിക്കാവുന്നതാണ്. തീരെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ നമുക്ക് ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ ഒന്ന് മുക്കി പിടിച്ചിട്ട് ഒപ്പി എടുക്കാവുന്നതാണ്. തലയിൽ ഒത്തിരി എണ്ണ തേക്കുന്നതും അതുപോലെ തന്നെ തല ഒത്തിരി വേർക്കുന്നതും ഒക്കെ ഈ അഡിനോയിഡ് വലിപ്പം വെക്കാനും അലർജി കൂടാനും ഒരു പ്രധാന കാരണമാണ്. ആയതിനാൽ അതൊന്ന് പാരന്റ്സ് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു പരിധി വരെ നമുക്ക് ആന്റി അലർജിക് മെഡിസിൻസ് നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അഡിനോയിഡിനെ ചുരുക്കാനും അലർജി കൺട്രോൾ ചെയ്യാനും ഇത് തന്നെ ധാരാളമാണ്. ആയതിനാൽ അഡിനോയിഡുള്ള കുട്ടികൾക്ക് ഈ സർജറിയുടെ ആവശ്യം വളരെ റെയർ ആണ്. അത് ആദ്യം മനസ്സിലാക്കുക. വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സാ രീതികൾ ലഭ്യമാണ്.